സംസ്ഥാനതല പട്ടയ വിതരണ മേളയുടെ ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന നയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായൊരു വീടും ഭൂമിയും. ജനങ്ങളോട് പ്രതിബദ്ധരായ ഇടതു സർക്കാർ ഇന്ന് 4.5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്ത് ജനങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി. തൃശൂരിൽ 2000-ഓളം ജനങ്ങൾ പട്ടയങ്ങളും രേഖകളും ഏറ്റുവാങ്ങി. എല്ലാം എന്ത് ചെയ്താലും നല്ലതിനാണെന്നുള്ള പറയാൻ പറ്റും. നല്ല തന്നെയാണ് ചെയ്ത്. സന്തോഷമായി. ഹസ്ബൻഡും മരിച്ച് 2 പെൺകുട്ടികളായിട്ട് പോവായിരുന്നു. 40 വർഷം ഭർത്താവ് കൈവശം വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ 30 കൊല്ലമായിട്ട് സന്തോഷം. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമായി. 30 വർഷത്തോളം ഇതിന് പിന്നാലെ നടക്കണു. ഇപ്പോഴാണ് ഇത് കയ്യിൽ കിട്ടണ. ഒരുപാട് സന്തോഷം. ഇനിയും ഒരു ഭൂമിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ എല്ലാ ഇതും കിട്ടട്ടെ. പട്ടായാലും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ ഗവൺമെന്റിന് സാധിക്കട്ടെ. വളരെ നന്ദി. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ജനിച്ചെന്ന മുതലുള്ള പ്രതീക്ഷയായിരുന്നു. ചാലക്കുടി വിജയരാഘവത്താണ് വീട്. ഇതിന് പട്ടയം കിട്ടിയാൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന് അതിയായ സന്തോഷം രേഖപ്പെടുത്താണ്. ഒരുപാട് കാലമായി പട്ടയത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ ചെയ്യുന്നതിന് പിന്നാലെ നടന്നു. ഇപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ പട്ടയം കിട്ടിയത് വളരെ സന്തോഷം. സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇന്ന് പട്ടയ വിതരണം നടന്നു. ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 1,77,011 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. രണ്ടാം സർക്കാരിന്റെ കാലത്ത് 2,72,989 പട്ടയങ്ങളും വിതരണം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ നയം സാധാരണക്കാരുടെ നയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ 3 വർഷം കൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. ഇതെല്ലാം തുടർ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. കുറച്ച് ദിവസം കൂടി നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ കിട്ടിയാൽ നേരത്തെ പറഞ്ഞ 5 ലക്ഷത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയും. അധികാരം ഒഴിയുന്നതിന് മുന്നേ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം ജനങ്ങൾക്ക് വീട് ലഭ്യമാക്കിയതിന്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഈ 2 പദ്ധതികളിലൂടെയും 40 ലക്ഷത്തോളം ജനങ്ങൾക്കാണ് സർക്കാർ സുരക്ഷിതമായ ഭാവി ഒരുക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.